അറബിക് രീതിയിലുള്ള ഓണസദ്യ കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് ഞങ്ങൾ ബാച്ചുകാരോടൊപ്പം എത്തിച്ചേർന്നത്. ഇവിടെയാണ്, ഈ ഒരു റെസ്റ്റോറന്റിലാണ്, നല്ല ഒരു അറബിക് ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറന്റിന്റെ മുൻഭാഗം തന്നെ കാണപ്പെടുന്നത്. നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശന കവാടം ഓണവുമായി ബന്ധപ്പെട്ട മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതാണ് ഞാൻ കാണുവാൻ സാധിക്കുന്നത്. ഇപ്രകാരമാണ് ഒരു അറബിക് ഓണ സദ്യ നമുക്ക് കാണപ്പെടുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതും. ഞങ്ങളുടെ ബാച്ചുകാരുടെ ലീഡറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഓണസദ്യ കഴിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. മനോഹരമായ ഒരു അറബിക് ആംബിയൻസില് ഒരു അറബിക് ഓണ സദ്യ കഴിക്കുക എന്ന നിർദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓണത്തിന് അടുത്ത ദിവസങ്ങളായതുകൊണ്ട് ഞങ്ങൾ ചെന്ന അവസരത്തിൽ റെസ്റ്റോറന്റ് നിറയെ ആളുകളാണ്. അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 പേർക്കുള്ള ഏതാനും സീറ്റുകൾ ഒഴിഞ്ഞു കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സീറ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കായി മെനു കാർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മെനു കാർഡിലൂടെ ഇവരുടെ വെറൈറ്റീസിലൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ ഓരോരുത്തരും. അത് എനിക്ക് വീഡിയോ എടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബാച്ചുകാരനും എനിക്ക് സമീപത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മെനു കാർഡിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചിത്രീകരണം മാത്രമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ്. ആദ്യം ഞങ്ങൾക്ക് ലഭ്യമായത് ഈ ഒരു അറബിക് ടീ ആണ്. അതിനുശേഷമാണ് അടുത്ത മെനുവിലേക്ക് ഞങ്ങൾ കടന്നത്. ഇവിടെ ഓണത്തോട് അനുബന്ധിച്ചുള്ള ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഈ ജ്യൂസും, അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. സ്റ്റാർട്ടർ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും അതനുസരിച്ച് 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്ന അറബിക് ഓണസദ്യ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഈ രീതിയിൽ, അതേ ആംബിയൻസ്, അതേ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു ഓണസദ്യ ഇങ്ങനെ ടേബിളിൽ ലഭ്യമായിരിക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയുള്ള ഈ ഒരു ഓണസദ്യ എങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഓരോരുത്തരും അടങ്ങിയിരുന്നത്. ഞാൻ പറഞ്ഞു, വെയിറ്റ്, എനിക്ക് ഏറ്റവും ആദ്യം വീഡിയോ എടുക്കണം, അതിനുശേഷമാകാം ആരംഭം കുറിക്കുന്നത്. അങ്ങനെ സാവകാശത്തിൽ ഞങ്ങൾ ഈ ഒരു ഓണസദ്യ ഏതാണ്ട് 75% പൂർത്തിയാക്കിയപ്പോഴേക്കും മടുത്തുപോയി. അതനുസരിച്ച് ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. റെസ്റ്റോറന്റ് ഒരു വീക്ഷണം കൂടി അവസാനമായി ഞാൻ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ.